ഹിന്ദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങളെ നാലാമത്തെ അക്ഷരമായ ഇ എന്ന അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1-ൽ നമ്മൾ സ്വരാക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമായ ആ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നന്നായി പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം സ്വരാക്ഷരത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ആ എന്ന അക്ഷരവും സ്വരാക്ഷരത്തിൽ തന്നെ മൂന്നാമത്തെ അക്ഷരമായ ഇ എന്ന അക്ഷരവും പഠിച്ചു. ഇത് നമ്മൾ നാലാമത്തെ അക്ഷരമായ ഇ ആണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ, അതായത് ശബ്ദ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ആസേ അനാർ, ആസേ ആം, ഈസേ ഇംലി. ഇന്ന് നാലാമത്തെ സ്വരാക്ഷരം നമ്മൾക്ക് പഠിക്കാം. മൂന്നാമത്തെ ഇ എന്ന അക്ഷരം പഠിച്ച കൂട്ടുകാർക്ക് എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റുന്നതാണ് നാലാമത്തെ ഇ എന്ന ഹിന്ദിയിലെ അക്ഷരം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് ഇ എന്ന അക്ഷരം എഴുതുക എന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ, സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു കർവ് ലൈനിലൂടെ ഏകദേശം നമ്മൾ ഇംഗ്ലീഷിലെ എസ് എഴുതും പോലെ തന്നെ ഇ എന്ന അക്ഷരം ആദ്യം പഠിച്ചു താഴേക്ക് കൊണ്ടുവരിക. അതിനുശേഷം മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ, ഹിന്ദി അക്ഷരം എഴുതുമ്പോൾ എപ്പോഴും സ്ലീപ്പിംഗ് ലൈൻ മുകളിൽ ലൈൻ വരക്കാറുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ചിഹ്നം പോലെ വരച്ചെഴുതുക. ഇതാണ് ഈ. സിമ്പിളായി എഴുതാം, ഡോട്ടിലൂടെ യോജിപ്പിക്കാം. ആദ്യം സ്മോൾ ലൈൻ, പിന്നെ കർവ് ലൈനിലൂടെ താഴേക്ക് വന്ന് അത് താഴേക്ക് പോവുക. അതിനുശേഷം സ്ലീപ്പിംഗ് ലൈൻ, അതിന് മുകളിൽ ഒരു ചിഹ്നം ഇ. ഇതാണ് സ്വരാക്ഷരത്തിലെ നാലാമത്തെ അക്ഷരമായ ഇ. ആദ്യം തന്നെ കൂട്ടുകാർക്ക് ചെറിയ ഡോട്ടുകൾ ഇട്ട് യോജിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുക. ആദ്യം സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ, കർവ് ലൈനിലൂടെ താഴേക്ക് വന്ന് വരയ്ക്ക് താഴേക്ക് ഇ എഴുതിയതിന് ശേഷം മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ, അതിൻ്റെ മുകളിൽ ഈ ചിഹ്നവുമായാൽ നാലാമത്തെ സ്വരാക്ഷരമായ ഇ ആയി. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ, സ്മോൾ കർവ് ലൈൻ, അതിനുശേഷം താഴേക്ക് പോയി ഇ, മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ, മുകളിലൊരു ചിഹ്നവും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം സ്മോൾ ലൈൻ, അതിനുശേഷം സി പോലെ, നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമൊക്കെ പഠിച്ച കുട്ടികൾക്ക് എളുപ്പത്തിൽ സി പോലെ, അത് ലാസ്റ്റ് വരുമ്പോൾ എസ് പോലെയൊക്കെ ആവും. അതിനുശേഷം താഴേക്ക് വരച്ച് മുകളിൽ ഹിന്ദി എപ്പോഴും എഴുതും പോലെ വരയിട്ടതിന് ശേഷം ഒരു സ്ലീപ്പിംഗ് ലൈനാണ് ഇതിന് പറയുക. അതിന് മുകളിൽ ചിഹ്നം വരയ്ക്കുക. വൺസ് മോർ സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ, കർവ് ലൈൻ, താഴേക്ക് വരിക. താഴേക്ക് വന്നതിന് ശേഷം വരക്ക് താഴേക്ക് വന്നതിന് ശേഷം മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ, അതിന് മുകളിൽ നമ്മുടെ ചിഹ്നം. ഈ ചിഹ്നം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്വരാക്ഷരത്തിലെ ഇ എന്ന അക്ഷരം. ഇനി ഇ എന്ന അക്ഷരത്തിലെ ഒരു ശബ്ദ്, അതായത് ഒരു വേർഡ് കൂടി പഠിക്കാം. ഈസേ ഈക്, ഈസേ ഈക്. നമ്മുടെ ഷുഗർ കെയിൻ, അതായത് കരിമ്പിൻ്റെ പിക്ചറാണ്. ഹിന്ദിയിൽ ഷുഗർ കെയിന് ഈക് എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് വൺ ആസേ അനാർ, ആസേ ആം, ഈസേ ഇംലി, ഈസേ ഈക്. ഇത്രയാണ് 4 സ്വരാക്ഷരങ്ങൾ. ഇനി അടുത്തതായി നമ്മൾക്ക് ഉ എന്ന അക്ഷരത്തിലേക്ക് കടക്കാം. ഇതാണ് സ്വരാക്ഷരത്തിലെ 5ാമത്തെ അക്ഷരമായ ഉ എന്ന അക്ഷരം. ഉ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾക്ക് ആദ്യമായി നോക്കാം. അതായത് നമ്മൾ ഏകദേശം സ്വരാക്ഷരമായ ആ എഴുതിയതിന് ഏകദേശമായി ഉ എന്ന അക്ഷരവും വരും. ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഒരു സ്മോൾ, അതായത് നമ്മൾ 3 എഴുതുന്നത് പോലെ സ്മോളായ ഒരു കർവ് ലൈൻ, ആ കർവ് ലൈൻ അവിടുന്ന് നേരെ താഴോട്ടേക്ക് ഒരു കർവ് ലൈനായി മുകളിലേക്ക് വരിക. അതിനുശേഷം മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. ശ്രദ്ധിക്കുക. ആദ്യം നമ്മുടെ മാത്സിലെ 3 എന്ന് എഴുതും പോലെ ഒരു സ്മോൾ കർവ് ലൈൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അത് വീണ്ടും താഴേക്ക് വന്ന് അത് മുകളിലേക്ക് കർവ് ലൈൻ പോകുന്നത് പോലെ വരച്ചതിന് ശേഷം ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. കുട്ടികൾക്ക് ഡോട്ട് ഇട്ട് കൊടുത്ത് ആദ്യം എഴുതാൻ പഠിപ്പിക്കുക. ആദ്യം സ്മോൾ കർവ് ലൈൻ അതവിടെ എൻഡ് ചെയ്യുന്നത് പോലെ വച്ചതിന് ശേഷം താഴേക്ക് ഒരു കർവ് ലൈൻ കൊണ്ടുവന്ന് അത് സാവധാനം മുകളിലേക്ക് പോകുന്നത് പോലെ വരയ്ക്കുക. അതിനുശേഷം
സ്ലീപ്പിംഗ് ലൈൻ. നീറ്റായി ഹിന്ദി പഠിച്ചാൽ കാണാൻ നല്ല രസമായിരിക്കും. കുട്ടികൾ എഴുതുമ്പോൾ തന്നെ അതായത് കർവ് ലൈനൊക്കെ നന്നായി വൃത്തിയായി വരച്ച് എഴുതാൻ പഠിപ്പിക്കുക. ഇതാണ് അഞ്ചാമത്തെ സ്വരാക്ഷരമായ ഉ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡോട്ടുകൾ ഇട്ടതിന് ശേഷം ആ ഡോട്ടുകൾ ആ കർവ് ലൈൻ യോജിപ്പിച്ച് അവിടെ നിർത്തുക. അതിനുശേഷം സാവധാനം താഴേക്ക് വന്ന് ആ കർവ് ലൈൻ മുകളിലേക്ക് പോകുന്നത് പോലെ വരച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ലീപ്പിംഗ് ലൈൻ മുകളിൽ. സാധാരണ എല്ലാ ഹിന്ദി അക്ഷരവും എഴുതിയതിന് ശേഷം മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ ഉണ്ടായിരിക്കും. ആ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. ഒന്നുകൂടി ആദ്യം സ്മോൾ കർവ് ലൈൻ ഡോട്ടുകളോട് യോജിപ്പിച്ച് താഴേക്ക് വന്ന് താഴെ നിന്ന് മുകളിലോട്ടേക്ക് പോയി ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചതിന് ശേഷം അവസാനിപ്പിക്കുക. ഇതാണ് സ്വരാക്ഷരത്തിലെ അഞ്ചാമത്തെ ഹിന്ദി അക്ഷരമായ ഉ എന്ന അക്ഷരം. കുറച്ചുകൂടി വൃത്തിയിൽ എഴുതി പഠിച്ചാൽ പിന്നീട് നമ്മൾ എഴുതുമ്പോൾ ഹിന്ദി അക്ഷരങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ഉ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വേർഡ് അഥവാ ഹിന്ദിയിൽ ശബ്ദം എന്ന് പറയും. ആ ശബ്ദം നമ്മൾക്ക് നോക്കാം ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഊസേ, ഉല്ലു. ഉല്ലു മീൻസ് ഔൾ. നമ്മൾ മൂങ്ങ എന്നൊക്കെ പറയുന്ന പക്ഷിയാണ്. ഇവിടെ ഊസേ നമ്മൾ പറയുന്നത്. ഊസേ, ഉല്ലു. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഫസ്റ്റ് വൺ മുതൽ തുടങ്ങാം. ആസേ, അനാർ. ആസേ, ആം. ഈസേ, ഇംലി. ഈസേ, ഈക്ക്. और ऊसे उल्लू.